നമസ്കാരം. രഞ്ജിസ് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എന്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിസ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കുക, ഡാഷ് ഈസ് പേപ്പർ മെയ്ഡ് ഓഫ്. ഓക്കെ, അപ്പം എന്താണ് ഡാഷ് ഈസ് പേപ്പർ മെയ്ഡ് ഓഫ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്ത് വരും? വിച്ച് വരുമോ, ഹു വരുമോ, ഹൗ വരുമോ, വാട്ട് വരുമോ? വിച്ച് എന്ന് പറയുമ്പോൾ എന്താ? ഏത് എന്നാണ്. ഹു എന്ന് വെച്ചാൽ ആര്, ഹൗ എങ്ങനെ, വാട്ട് എന്ത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതുപോലെ മെയ്ഡ് ഓഫ് അല്ലെങ്കിൽ മേക്ക് ഓഫ് എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യവാക്ക് എന്തായിരിക്കണം? വാട്ട് ആയിരിക്കണം. എന്തായിരിക്കണം? വാട്ട്. അത് മെയ്ഡ് ഓഫ് മാത്രമല്ല, മെയ്ഡ് ഫ്രമും വരാം. ഓക്കെ, ഇങ്ങനെ മെയ്ഡ് ഓഫ് അല്ലെങ്കിൽ മേക്ക് ഓഫ് അല്ലെങ്കിൽ മേക്ക് ഫ്രം അല്ലെങ്കിൽ മെയ്ഡ് ഫ്രം എന്ന രീതിയിൽ വരികയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിന്റെ അവസാനം ഈ തരത്തിൽ വരികയും പല ക്വസ്റ്റ്യൻ മാർക്കും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് എപ്പോഴും എന്തായിരിക്കണം? വാട്ട് ആയിരിക്കണം. എന്തായിരിക്കണം? വാട്ട്. അപ്പൊ അങ്ങനെ വരും, വാട്ട് ഈസ് പേപ്പർ മെയ്ഡ് ഓഫ് എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് പേപ്പർ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ അവിടെ വാട്ടാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ ചിൽഡ്രൻ ഡാഷ് ദ ക്രിക്കറ്റ് മാച്ച് സിൻസ് മോർണിംഗ്. ഇത് പലതവണ ഈ ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു പോയതാണ്. നോക്കുക, ഇത് ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ടെൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ എപ്പോഴും ടൈമിംഗ് വേർഡിനെ ആശ്രയിച്ചാണ് ചെയ്യേണ്ടത്. ഇവിടെ ടൈമിംഗ് വേർഡ് നോക്കുക, സിൻസ് ആണ്. ഇത്തരത്തിൽ സിൻസ് എന്ന് പറയുന്ന വാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടെൻസ് ഫോം ഒന്നുകിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കണം അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കുമ്പോൾ ഇതെല്ലാം കണ്ടിന്യൂസ് ടെൻസുകളാണ്. വാച്ചിങ്, വാച്ചിങ്, വാച്ചിങ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് അല്ലെ കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഏതാണെന്ന് നോക്കുക. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? ഹാസ്, ഓർ, ഹാവ് പ്ലസ്, ബീൻ പ്ലസ്, വെർബ് പ്ലസ് ing. ഈ തരത്തിലാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കൺസ്ട്രക്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഹാസ് ബീൻ, ഹാസ് ബീനോ അല്ലെങ്കിൽ ഹാവ് ബീനോ എന്ന രീതി വരണം. അങ്ങനെ വന്നിട്ടുള്ള ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കുമ്പോൾ ഉണ്ട്, ഹാവ് ബീൻ. നമ്മൾ ഹാസ് എഴുതുന്നത് നമ്മുടെ സബ്ജക്ട് സിംഗിൾ ആണെങ്കിൽ നമുക്ക് ഹാസ് എഴുതാം, പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് ഹാവ് എഴുതാം. ഇവിടെ ദ ചിൽഡ്രൻ എന്നാണ് സബ്ജക്ട് വന്നിരിക്കുന്നത്. ചിൽഡ്രൻ പ്ലൂറൽ ആണ്, അതുകൊണ്ട് നമുക്ക് ഹാവ് ആണ് വരേണ്ടത്. ഹാവ് ബീൻ വാച്ചിങ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇതാണ് ഹാവ് ബീൻ വാച്ചിങ്, എ എന്ന് പറയുന്ന ഓപ്ഷൻ. അങ്ങനെ വരും, ദ ചിൽഡ്രൻ ഹാവ് ബീൻ വാച്ചിങ് ദ ക്രിക്കറ്റ് മാച്ച് സിൻസ് മോർണിംഗ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ലെറ്റ്സ് മീറ്റ് ഹിം ഡാഷ്. ഇത് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തിലാ തുടങ്ങിയിരിക്കുന്നത്? ലെറ്റ്സ് എന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ലെറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ലെറ്റ് അസ്. ഇതിന്റെ ചെറിയ രൂപമാണ് ലെറ്റ്സ്. അങ്ങനെ ലെറ്റസിൽ അല്ലെങ്കിൽ ലെറ്റ്സിൽ തുടങ്ങുന്ന സെന്റൻസുകളുടെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും എന്തായിരിക്കും? ഷാൾ ബി എന്നായിരിക്കും. എന്തായിരിക്കും? ഷാൾ ബി. ഓക്കെ, ഷാൾ ബി എന്നായിരിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ലെറ്റസിൽ തുടങ്ങുന്ന അല്ലെങ്കിൽ ലെറ്റ്സിൽ തുടങ്ങുന്ന സെന്റൻസിൽ പ്ലീസ് എന്ന് പറയുന്ന വാക്കുണ്ടെങ്കിൽ, എന്താണ് പ്ലീസ് എന്ന് പറയുന്ന വാക്കുണ്ടെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? വില്യു ആയിരിക്കും. എന്തായിരിക്കണം? വില്യു. ഇവിടെ അങ്ങനെ പ്ലീസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഷാൾ ബി എഴുതാം. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ടോം ഷുഡ് വർക്ക് ഹാർഡ് ആൻഡ് സോ ഫ്രെഡ്. അപ്പൊ ഇവിടെ രണ്ടുപേരെ കുറിച്ചാണ് പറയുന്നത്, ടോമും ഫ്രെഡും. നമ്മൾ ഇതിന്റെ ഒരു സെന്റൻസ് പറഞ്ഞിട്ട്, അതായത് ടോം ഷുഡ് വർക്ക് ഹാർഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ സോ എന്നും പറഞ്ഞിട്ട് തുടങ്ങുന്നുവെങ്കിൽ ദാറ്റ് മീൻസ് ഇവിടെ ഈ സബ്ജക്റ്റ് ചെയ്ത പ്രവൃത്തി എന്താണോ ആ പ്രവൃത്തി തന്നെയാണ് ഇവിടെയും ആരും ചെയ്യേണ്ടത്, ഈ സബ്ജക്റ്റും ചെയ്യേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ സോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങുമ്പോൾ പിന്നീട് വരേണ്ടത് എന്തായിരിക്കണം? ഓക്സിലറി വെർബ് ആയിരിക്കും. എന്തായിരിക്കണം? ഓക്സിലറി വെർബ്. സോയ്ക്ക് ശേഷം വരേണ്ടത് ഓക്സിലറി വെർബ് ആയിരിക്കും. ഒരേ പ്രവൃത്തി തന്നെ ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ആ വെർബ് എടുത്ത് എഴുതേണ്ട കാര്യമില്ല. ഈ വെർബ് പിന്നെ ഇവിടെ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഒരേ സഹായക്രിയ തന്നെ ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്.
ഇവിടെ നോക്കാം, ഇവിടെ വന്നിരിക്കുന്ന സഹായക്രിയ ഏതാണ്? ഷുഡ് ആണ്. അപ്പൊ അതേ സഹായക്രിയ തന്നെ ഇവിടെയും എഴുതാം, ഷുഡ്. പിന്നെ നമുക്ക് ഈ വെർബ് എഴുതേണ്ട കാര്യമില്ല, കാരണം എന്താ, രണ്ടുപേരും ഒരേ പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഷുഡ് എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രവൃത്തി ഏതാണോ ആ പ്രവൃത്തി അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ സഹായക്രിയ മാത്രം എഴുതിയാൽ മതി. അപ്പൊ ഇതേ സഹായക്രിയ ഇവിടെ വന്നിരിക്കുന്ന അതേ സഹായക്രിയ തന്നെ ഇവിടെ വരും. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഷുഡ് ആണ് വരേണ്ടത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഐ ഡാഷ് ലീവ് ദെയർ വെൻ ഐ വാസ് എ ബോയ്. ഇവിടെ ought to വരുമോ, മസ്റ്റ് വരുമോ, യൂസ്ഡ് ടു വരുമോ, ഹാവ് ടു വരുമോ? ought to നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഏതെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഒരു ഒബ്ലിഗേഷൻ, അതിനെ നമ്മൾ ought to ഉപയോഗിക്കുന്നത്. കടപ്പാട്, കടമ, അതാണ് ought to. എന്നാൽ ഹാവ് ടു ഒരു ഡ്യൂട്ടിയെ സൂചിപ്പിക്കാൻ, നമുക്ക് ഏതെങ്കിലും ഡ്യൂട്ടി ചെയ്യാണെങ്കിൽ നമുക്ക് ഹാവ് ടു ഉപയോഗിക്കാം. ഓക്കെ, ഇത് രണ്ടും പ്രസന്റ് സെൻസിലാണ് നമ്മൾ പറയേണ്ടത്. നമുക്കിപ്പോൾ എന്തെങ്കിലും നമുക്ക് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടിയാണ് ought to അല്ലെങ്കിൽ ഹാവ് ടു ഉപയോഗിക്കുന്നത്. ഇനി മസ്റ്റോ ആവശ്യകതയെ സൂചിപ്പിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന രീതിയിൽ പറയാം. അപ്പോഴും അതും പ്രസന്റ് സെൻസിലാണ് പറയുന്നത്. ഇത് ഇത്രയും പറയുമ്പോൾ ഈ ought to, മസ്റ്റ്, ഹാവ് ടു ഇത് വെച്ച് നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയുന്നതിന്, ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന അർത്ഥത്തിൽ പറയാൻ വേണ്ടിയാണ് നമ്മൾ ought to, മസ്റ്റ്, ഹാവ് ടു ഉപയോഗിക്കുന്നത്. എന്നാൽ യൂസ്ഡ് ടു എന്താണ്? പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നത്. എന്താണ്? പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നത്. പാസ്റ്റ് ടെൻസിലെ കാര്യം പറയാൻ വേണ്ടി നമ്മൾ യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത്. അപ്പൊ നോക്കി ഇവിടെ നോക്കുമ്പോൾ ഈ സെന്റൻസ് ഏതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്? പ്രസന്റ് ടെൻസിനെ കുറിച്ചാണോ പറയുന്നത് അതോ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണോ പറയുന്നത്? അതെങ്ങനെ നമുക്ക് നോക്കാം? നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ പാസ്റ്റ് ടെൻസിൽ ഏതെങ്കിലും സഹായക്രിയ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ നോക്കുമ്പോൾ വാസ് വന്നിട്ടുണ്ട്. വാസ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ വരേണ്ടത് എന്തായിരിക്കണം? യൂസ്ഡ് ടു ആയിരിക്കണം. ഇതിനകത്ത് പാസ്റ്റിൽ വന്നിരിക്കുന്നത് ഈ യൂസ്ഡ് ടു ആണ്. അപ്പൊ ഇവിടെ നമുക്ക് യൂസ്ഡ് ടു ആൻസർ എഴുതാം. ഇത്തരത്തിൽ നമുക്ക് ആൻസർ കറക്റ്റ് ആക്കി എഴുതാം. എന്നാൽ ആക്ച്വലി ഇത് ഏത് അർത്ഥത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്? യൂസ്ഡ് ടുന്റെ ഉപയോഗം നമ്മൾ മനസ്സിലാക്കണം. യൂസ്ഡ് ടു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അതിന്റെ ഉപയോഗം എങ്ങനെയാണ്? ആക്ച്വലി കഴിഞ്ഞ കാലത്തിൽ നമ്മൾ റെഗുലറായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാം. അതായത് കഴിഞ്ഞ കാലത്തിന് നമ്മുടെ ഒരു ശീലം. പക്ഷെ ആ കഴിഞ്ഞ കാലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലത്തിൽ ഒരു നിശ്ചിത പീരീഡിൽ അല്ലെങ്കിൽ ഒരു കാലയളവിൽ ചെയ്ത ഒരു പ്രവൃത്തിയായിരിക്കണം. ഈ സെന്റൻസ് വായിച്ചു നോക്കുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് വെൻ ഐ വാസ് എ ബോയ് എന്നിടത്ത് പറയുന്നുണ്ട്. വെൻ ഐ വാസ് എ ബോയ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ആളിന്റെ കഴിഞ്ഞ കാലത്തില് ഒരു പ്രത്യേക കാലയളവാണ് വെൻ ഐ വാസ് എ ബോയ് എന്ന് പറയുമ്പോൾ. എന്നുവെച്ചാൽ അദ്ദേഹം ഒരു കുട്ടിയായിരുന്നപ്പോൾ അല്ലെങ്കിൽ ഒരു പയ്യനായിരുന്നപ്പോൾ, ഒരു ആൺകുട്ടിയായിരുന്നപ്പോൾ എന്നാ പറയുന്നത്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലം എടുക്കുമ്പോൾ തന്റെ കുട്ടിക്കാലമുണ്ട്, അല്ലെ, തന്റെ കൗമാരക്കാലമുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോരോ കാലങ്ങളുണ്ട്. ഇവിടെ പറയുമ്പോൾ ഇതൊരു നിശ്ചിത കാലയളവാണ്. അപ്പൊ അവിടെ അദ്ദേഹം ഒരു പ്രവൃത്തി ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? യൂസ്ഡ് ടു ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ രണ്ട് രീതി നോക്കുമ്പോഴും ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. യൂസ്ഡ് ടു ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഹാവ് യു ഡാഷ് മണി ടു പേ ദ ബിൽ? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന ബില്ല് അടയ്ക്കാനുള്ള പര്യാപ്തമായ പൈസ താങ്കൾക്കുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുമ്പോൾ പ്ലെന്റി ഓഫും അതേ അർത്ഥമാണ്, ഇനഫും അതേ അർത്ഥമാണ്, മച്ച്, സം ഇത് നമുക്ക് പിന്നെ മാറ്റി നിർത്താം. ഇവിടെ വേണ്ടുന്ന പൈസ എന്ന അർത്ഥത്തില്ല. അങ്ങനെ നമുക്ക് പ്ലെന്റി ഓഫ് ഉപയോഗിക്കാം, ഇനഫ് ഉപയോഗിക്കാം. എന്നാൽ ഇവിടെ നമ്മൾ പ്ലെന്റി ഓഫ് ആണോ ഇനഫ് ആണോ എഴുതേണ്ടത്? അതെന്തിനെ ആശ്രയിച്ചാണ്? ഈ തുടർന്ന് വരുന്ന ഭാഗം, അതായത് ഇവിടെ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം വന്നിരിക്കുന്ന ഭാഗത്ത് ടു എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് എഴുതാവൂ? ഇനഫ് എഴുതാവൂ. എന്താണ് ഇനഫ്? കാരണം ഇനഫ് ടു അതൊരു കൺസ്ട്രക്ഷൻ ആണ്. ഇനഫ് ടു അതുപോലെ ടു ടു അല്ലെ, ഇനഫ് ടു അതുപോലെ ടു ടു. അത് ടു വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് ടു വരണം. അതുപോലെ ഇനഫ് വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് ടു വന്നിരിക്കണം. അല്ലെങ്കിൽ ടു ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് ഇനഫ് എഴുതാം. അതുപോലെ ഈ ടു ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടു എഴുതാം. ഇത് രണ്ടുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് സെൻസും ഈ ടു ടു എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സെൻസും ആണ്. ഇവിടെ നമ്മൾ പോസിറ്റീവ് സെൻസിലാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ പൈസ ഉണ്ടോ? അങ്ങനെ ആകുമ്പോൾ ഇവിടെ ടു വന്ന സ്ഥിതിക്ക് നമുക്കിവിടെ ആൻസർ ആയിട്ട് എന്ത് എഴുതാം? ഇനഫ് എഴുതാം. ഓക്കെ, ഇനഫ് ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ അങ്ങനെ ഒരു ഹാവ് യു ഇനഫ് മണി ടു പേ ദ ബിൽ. അടുത്ത ചോദ്യം,
കൽക്കട്ട യൂണിവേഴ്സിറ്റി ഈസ് ഓൾഡർ ദാൻ ഡാഷ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയിലെ മറ്റുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസിൽ നിന്നും ഒത്തിരി പഴക്കം ചെന്നെന്ന് വെച്ചാൽ അതിനേക്കാൾ മുന്നേ ഉണ്ടായതാണ് കൽക്കട്ട യൂണിവേഴ്സിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മറ്റുള്ള എല്ലാം എന്നർത്ഥത്തിൽ വരണം. അപ്പൊ മറ്റുള്ളത് എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ? അതർ എന്നാണ്. എന്താണ് അതർ? അതർ എന്നാണ് മറ്റുള്ളത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അതർ വന്നിരിക്കുന്ന വാക്കുകളുണ്ടോ എന്ന് നോക്കാം. നോക്കുമ്പോൾ ഇവിടെ അതറുണ്ട്, ഇവിടെ അതറുണ്ട്, ഇവിടെ അതറുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഏത് രീതിയിലാണ് പറയുന്നത്? ആൾ അതർ എന്നാണോ, അതോ ഓൾ ദി അതർ എന്നാണോ, അതോ എവരി അതർ എന്നാണോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു കമ്പാരിറ്റീവ് ഡിഗ്രിയുമായിട്ട് പറയുമ്പോൾ ഇത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണല്ലോ ഓൾഡർ എന്ന് പറയുമ്പോൾ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ദാനിന് ശേഷം പിന്നെ നമ്മൾ എപ്പോഴും ഓൾ അതർ എന്ന് പറയാം, അല്ലെങ്കിൽ മോസ്റ്റ് അതർ എന്ന് പറയാം, അല്ലെങ്കിൽ മെനി അതർ എന്ന് പറയാം. അങ്ങനെയൊക്കെ പറയാം. മോസ്റ്റ് അതർ, അല്ലെങ്കിൽ മെനി അതർ, അല്ലെങ്കിൽ ഓൾ അതർ. അങ്ങനെ രീതിയിലേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാകുമ്പോൾ ഇവിടെ നമുക്ക് ഓൾ അതർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓൾ അതർ ആണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, മോഹൻ ഈസ് 5 years സീനിയർ ഡാഷ് ജലീൽ. അതായത് ജലീലിനേക്കാളും 5 വർഷം സീനിയർ ആണ് മോഹൻ. അപ്പൊ ഇവിടെ സീനിയറിന് ശേഷം എന്ത് വരും എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും സീനിയർ ദാൻ എന്നാണ് പറയാറുള്ളത്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ തെറ്റിപ്പോകും. നമ്മൾ സീനിയർ ചില വാക്കുകളുണ്ട്, ആ വാക്കുകൾക്ക് ശേഷം നമ്മൾ എന്ത് എഴുതാവും? ടു എഴുതാവും. അതായത് ടു. ഓക്കെ. അപ്പൊ അത് ഏതൊക്കെ വാക്കുകളാണ്? ഒന്ന് സീനിയർ, അടുത്തത് ജൂനിയർ, അടുത്തത് സുപ്പീരിയർ, അടുത്തത് ഇൻഫീരിയർ, പിന്നെ എൽഡർ. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതാവും? ടു എഴുതാം. അപ്പൊ ഇവിടെ സീനിയർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ സീനിയറിന് ശേഷം നമ്മൾ ടു ആണ് എഴുതുന്നത്. അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ ടു എന്ന് പറയുന്ന ഓപ്ഷനാണ്, അതായത് സി. ഇനി അടുത്ത ചോദ്യം, there are 2 buses standing there. ഏതൊക്കെയാണ്? നമ്പർ 19 ആൻഡ് നമ്പർ 23. ഡാഷ് ബസ് വിൽ ടേക്ക് യു ടു ദ റെയിൽവേ സ്റ്റേഷൻ ബട്ട് ദേ ഗോ ബൈ ഡിഫറെന്റ് റൂട്ട്സ്. അപ്പൊ ഇവിടെ രണ്ട് ബസ്സുകളെ കുറിച്ച് പറയാം, രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏതൊരു ഉപയോഗിക്കാം, നേതർ ഉപയോഗിക്കാം, ബോത്ത് ഉപയോഗിക്കാം. ഇതൊക്കെ ഉപയോഗിക്കാം. ഏതൊരു ഉപയോഗിക്കാം, നേതർ ഉപയോഗിക്കാം, ബോത്ത് ഉപയോഗിക്കാം. രണ്ടിനെ കുറിച്ച് പറയാം. ഫോമറും ലാറ്ററും നമുക്ക് രണ്ടുപേരെ കുറിച്ച് പറയാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ മുന്നാക്കം കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ നമുക്ക് ഫോമർ ലാറ്റർ ഉപയോഗിക്കാം. അപ്പൊ ആദ്യത്തെ ആളെ കുറിച്ച് പറയാൻ വേണ്ടി നമുക്ക് ഫോമർ ഉപയോഗിക്കാം, രണ്ടാമത്തെ ആളെ കുറിച്ച് പറയാൻ വേണ്ടി നമുക്ക് ലാറ്റർ ഉപയോഗിക്കാം. ഇവിടെ ഇത് പോസിറ്റീവ് രീതിയിലാണ് പറഞ്ഞു വരുന്നത്. എന്നുവെച്ചാൽ രണ്ട് ബസ് ഉണ്ട്, 19 നമ്പർ 23, നമ്പർ 19 നമ്പർ 23. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇത് പോസിറ്റീവായിട്ടാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഏതറാണ് വരേണ്ടത്. എന്താണ്? ഏതർ. അപ്പൊ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, ഹി സ്പോക്ക് ഡാഷ് സോഫ് ടു ബി ഹെഡ് ബൈ ദ പീപ്പിൾ അറ്റ് ദ ബാക്ക് ഓഫ് ദ ഹോൾ. ഇപ്പൊ ഇവിടെ സോ വരുമോ, വെരി വരുമോ, ടു വരുമോ, റാദർ വരുമോ? നമ്മൾ മുമ്പ് ഇനഫ് ടു പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, ഇവിടെ ഒരു അഡ്ജക്റ്റീവ് വരുമ്പോൾ ആ അഡ്ജക്റ്റീവിന് ശേഷം ടു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതാവൂ? ഒന്നുകിൽ നമുക്ക് ഇനഫ് എഴുതാം, ഇവിടെ ഞാൻ ഇനഫ് എഴുതാം, അല്ലെങ്കിൽ ടു എഴുതാം. ഇവിടെ ഓപ്ഷൻ നമുക്ക് ഇനഫ് വന്നിട്ടില്ല, പിന്നെ നമുക്കുണ്ട് ഏതാണ്? ഈ ടു. ഓക്കെ. ഒന്നുകിൽ ടുവോ അല്ലെങ്കിൽ ഇനഫോ ആണ് നമുക്ക് എഴുതുന്നത്. ഇവിടെ നമുക്ക് ടു ഉണ്ട്, ഇനഫ് ഇല്ല. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും എന്താണ് വേണ്ടത്? ഈ ടു ആണ് വേണ്ടത്. കാരണം എന്താ? ഇവിടെ ഒരു ടു വന്നു. നമ്മൾ ടു ടു അല്ലെങ്കിൽ ഇനഫ് ടു എന്ന രീതിയിലാണ് പറയാവോ. ഇവിടെ ഇനഫ് വന്നിട്ടില്ല, പിന്നെ എന്തുണ്ട്? ടു ഉണ്ട്. അപ്പൊ അതിനകത്ത് തീർച്ചയായിട്ടും ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക ഈ ടു എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അപ്പോഴത്തെ കറക്റ്റ് ആൻസർ സി ആണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഈ ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എന്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ വെക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.